രജിത, ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ കണ്ട കളിയെല്ലാം കളിക്കുന്നത് ഏത് അദൃശ്യ ശക്തിയുടെ ധൈര്യത്തിലാണ്? ചുമ്മാ അതങ്ങ് കയറി ചെയ്യാൻ പറ്റില്ല. പാകിസ്ഥാനുള്ള ശക്തിയൊന്നുമില്ല. ഇല്ല, സൈനിക ശേഷി തീരെ കുറവാണല്ലോ. 12ാം സ്ഥാനത്താണ് സൈനിക ശേഷിയിൽ 12ാം സ്ഥാനത്ത് ലോകരാഷ്ട്രങ്ങളിൽ 12ാം സ്ഥാനത്താണ് ഈ പറയുന്ന പാകിസ്ഥാനുള്ളത്. ഇന്ത്യ ഉള്ളത് 4ാം സ്ഥാനത്താണ്. അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. 4ാം സ്ഥാനം ചില്ലറ കാര്യമല്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും തുടങ്ങി ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിനു ശേഷം ഈ ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ മിസൈൽ അയച്ചതോടുകൂടി രൂക്ഷമായിട്ടുണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ അത്രയും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു ചൈനയാണ്. ചൈന എന്താ പറയാ, ഒരു വല്ലാത്ത രീതിയിലുള്ള സപ്പോർട്ട്, ഭീകരമായ ഒരു സപ്പോർട്ട് തന്നെ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇന്ത്യയുമായി ഒരു ഉരസലിന്, ഇങ്ങനെ ഉരസി നിൽക്കണമെങ്കിൽ ഒരു ധൈര്യം വേണമല്ലോ, ചേട്ടൻ പറഞ്ഞതുപോലെ. എന്തിന്റെ ധൈര്യത്തിലാണ്, ആരുടെ പിൻബലത്തിലാണ് ഈ പറയുന്ന ഉരസലിന് നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഒരു കാലത്താണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് താലിബാനായിരിക്കാം. താലിബാൻ പൂർണ്ണമായ ഒരു പാകിസ്ഥാന്റെ പിണിയാൽ മാത്രമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അക്കാലത്ത് അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാനും കാര്യമായ സൈനിക സാന്നിധ്യം പോലും അല്ലായിരുന്നു. എന്നാൽ ഇപ്പോ അതല്ല സ്ഥിതി. ഏതാണ്ട് ആ സ്ഥിതിയൊക്കെ ഒരുപാട് മാറി. അതായത് 2021 വന്നതോടുകൂടി 21 കാബൂളിൽ തിരിച്ചെത്തിയത് പുതിയ ഒരു മുഖമുള്ള താലിബാനാണ്. പഴയ പാക് താലിബാൻ സംഘങ്ങളൊക്കെ അഫ്ഗാൻ അതിർത്തിക്കുള്ളിലേക്ക് ഭീകരരെ അയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ താലിബാന്റെ പ്രധാനപ്പെട്ട പരാതി. അതായത് പഴയ സംഘങ്ങൾ ഇപ്പോഴും അതിർത്തിയിലേക്കൊക്കെ ഭീകരരെ അയച്ചുകൊണ്ടിരിക്കുന്നു എന്ന് താലിബാൻ പറയുന്നു. അതിനർത്ഥം താലിബാനെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകരതയിലേക്ക് ഒരുപക്ഷെ അത്രയ്ക്കും താല്പര്യമില്ല. പണ്ട് പിന്തുണച്ചതുപോലെയുള്ള ഒരു പിന്തുണ താലിബാന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. അതെ, അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന്റെ അഫ്ഗാൻ അതിർത്തിയില് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട്. 2021 മുൻപാണെങ്കിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളായിട്ടുള്ള ഫ്രോണ്ടിയർ കോറും പാക് റേഞ്ചേഴ്സും ഒക്കെ കാവൽ നിന്നിരുന്ന അഫ്ഗാൻ അതിർത്തിയിൽ ഇപ്പോൾ സൈനികർ മാത്രമാണ്. ഇത് മാത്രമല്ല, അതിനിടയിൽ മറ്റൊരു വെല്ലുവിളി പാകിസ്ഥാനുണ്ട്. അത് നമ്മൾ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞു. ബലൂജികളൊക്കെ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളി, അതും വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അവർക്കും ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ഈ ഒരു പ്രവർത്തനങ്ങളിലേക്കൊന്നും താല്പര്യമില്ല. അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു പ്രവിശ്യയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു പിന്തുണയില്ല. അപ്പൊ ആ ഭാഗത്തും പാകിസ്ഥാന് വാതിലടഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർ മുന്നണി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഒരു പോർ മുന്നണിക്ക് ഒരു ധൈര്യം കൊടുക്കുന്നത്? അപ്പൊ അതിനുള്ള മറ്റെന്തെങ്കിലും ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ എല്ലാവരുടെയും ചിന്ത പ്രധാനമായിട്ടും ചൈനയിലേക്ക് തന്നെ പോകുന്നത്. ഇതിലൊരു കാര്യം കൂടെ ഉണ്ടെന്നാണ്, ഈ ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്തുണ്ടല്ലേ, അതിനെ ഇവര് ചൂഷണം ചെയ്യുന്നുണ്ടല്ലേ? അതെ, അതിനെതിരെ എല്ലാം ബലൂചിസ്ഥാനികൾക്ക് വളരെ വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചൈന ഉൾപ്പെടെ വന്ന് അവിടുന്ന് ധാതു സമ്പത്ത് കൊണ്ടുപോകുന്നത്. അത് പാകിസ്ഥാന്റെ ബലത്തിലാണ് കൊണ്ടുപോകുന്നത്. അതെ, ചൈനയ്ക്കുള്ള കണ്ണ് അതിൽ കൂടി ഉണ്ടെന്ന് അതിൽ നിന്ന് സ്പഷ്ടമാണ്. സമ്പത്തിലുള്ള കണ്ണുണ്ട്. അതെ, അത് പാകിസ്ഥാൻ വഴി ഒന്നും കാണാതെ ചൈന ഇറങ്ങില്ല. ചൈന സഹായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചെയ്യില്ല. ഇതുവരെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമാണ്. ശ്രീലങ്കയിലൊക്കെ ഉണ്ടായത് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതെ, അപ്പൊ ഈ പറയുന്ന ഒരു അവസ്ഥ, ഏറ്റവും രൂക്ഷമായത് 2025 ട്രംപ്
അധികാരത്തിൽ വരുന്നു. ഉം. അതോടുകൂടി അമേരിക്ക താരിഫ് യുദ്ധം ആരംഭിക്കുകയാണ്. അതെ. ചൈനീസ് വിപണി ഒന്നടങ്കം താഴേക്ക് പോവുകയാണ്, അതെ. അടിച്ചിളകി പോവുകയാണ്. അതെ. നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെ. അപ്പോൾ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സിൽ ചൈന ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ. ചൈനയ്ക്ക് ഒന്നാം നിരയിൽ തന്നെ നിൽക്കണം എന്നുള്ളത് ചൈനയുടെ വാശിയാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഏതൊരു കാലത്തിലും കാലക്രമങ്ങൾക്കനുസരിച്ച് ലോകക്രമങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പണ്ട് ഇന്ത്യയെ കയറി അടിക്കാനുള്ള ധൈര്യം ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. അതെ, ഇന്നത്തെ അവസ്ഥ അതല്ല. ലോകക്രമങ്ങളിൽ, ലോകരാഷ്ട്രങ്ങളുടെ ക്രമങ്ങളിൽ തന്നെ ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോ ചൈനയുടെ ഈ പറയുന്ന സ്ഥാനത്തിന് ഒന്നാം നിരയിൽ നിൽക്കണമെന്നാണല്ലോ ആഗ്രഹം. അതിന് ഏറ്റവും വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഇന്ത്യ. ആ ഭീഷണിയെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകരണം എന്നുള്ളതാണ് ചൈനയുടെ ആവശ്യം. അതെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഇന്ത്യ GDP ഈ പറയുന്ന സാമ്പത്തിക ശക്തി, 4ാം സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3ാം സാമ്പത്തിക ശക്തി എന്നുള്ളതാണ്. നമ്മൾക്കറിയാലോ, ഒരു പടി മുന്നിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും 4ലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ചൈനയുടെ ചങ്കിടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് ഒരിക്കലും ഇന്ത്യ ആ ഒരു രീതിയിൽ, ഇന്ത്യയുടെ ആ ഒരു വളർച്ച ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മനസ്സിൽ കുനിഷ്ടും മുന്നായ്മയുള്ള ഒരു രാജ്യം തന്നെയാണല്ലോ. ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ദേശം എന്ന് പറയുന്നത് ഈ മനുഷ്യർ തന്നെയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരാളെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത്, ഒരാളുടെ വളർച്ച അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് എന്ന് പറയുന്ന പോലെ ഒരു ദേശത്തിന് അങ്ങനെ ഒരു കുശുമ്പുണ്ടാവും. അപ്പോ ആ വൻ കുശുമ്പ് തന്നെയാണ്. അതെ. അപ്പോ ഈ തരത്തിൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൈനയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ തകരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഒരു വിഷയം ഉണ്ടാകണം. ഇന്ത്യ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടാകുമ്പോൾ യുക്രൈന് ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പിടിച്ചു നിൽക്കാൻ വഴിയില്ലാണ്ട് അത് അങ്ങനെ തകർന്നു പോകും. അത് ഏതൊരു രാഷ്ട്രത്തിനും അതിൻ്റെതായ സാമ്പത്തിക വളർച്ചയിലുള്ള ഒരു കുറവ്, പിന്നോക്കം പോക്ക് ഉണ്ടാകും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നത്. ഇപ്പൊ ദോക്ലാമിലടക്കം 2017 തോന്നുന്നു, ആ സമയത്തുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്നുള്ളത്. അവിടെ ചൈനീസ് നയതന്ത്രപരമായിട്ടുള്ള, ചൈനയും ഇന്ത്യയും തമ്മിൽ നയതന്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുകയും ദോക്ലാമിൽ നിന്ന് സൈനിക നടപടികൾ മാറ്റുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൈനക്കുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ്. മാത്രമല്ല, ഈ പറയുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുക്കുന്ന നടപടിയെ എല്ലാവരും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് എന്തുകൊണ്ടും ഇന്ത്യയെ തകർക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഭീകരവാദത്തിലൂടെ പറ്റുള്ളൂ എന്നുള്ളത് ചൈനയുടെ ദീർഘവീക്ഷണമാണ്. ചൈനയ്ക്ക് കൃത്യമായിട്ടറിയാം, ഇവിടെ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ശ്രദ്ധയും മാറ്റിവെച്ച് അതിർത്തിയിലേക്ക്, അതായത് ഭീകരർക്കെതിരെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശ്രദ്ധ പോകും. അപ്പൊ നമ്മുടെ GDP താഴും. ആ താഴുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന ഈ ചെയ്യുന്ന ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചൈന ഇപ്പോ പറഞ്ഞിരിക്കുന്നത് എല്ലാം അവിടെ ഇവിടെയും തൊടാതെയാണ്, കുരുട്ടുബുദ്ധിയാണ്. ചൈനയുടെ സാറ്റലൈറ്റ് ഫോണുകളും റഡാർ സിസ്റ്റങ്ങളും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത്. അത്രയും ഈ ചൈനയുടെ ഉപകരണങ്ങളാണ്. മിസൈൽ അയച്ചതിൽ പോലും ചൈനീസ് മിസൈലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വേറെ അദൃശ്യ ശക്തികൾ ഒന്നുമല്ല, ചൈന തന്നെയാണ് ഈ പറയുന്ന ഭീകരരെ പിന്തുണയ്ക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അമേരിക്ക ഭീകരരെ പിന്തുണച്ച് അവസാനം അവരുടെ ഭീകരരുടെ കയ്യിൽ നിന്ന് അമേരിക്കയ്ക്ക് അടികിട്ടിയ സംഭവം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചു, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നമ്മുടെ ശ്രദ്ധ മാറ്റിവിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈന തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസം, ഈ തലേന്ന് വരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ചൈനീസ് മിസൈലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചൈനയുടെ പങ്കാളിത്തം ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ മറ്റേതൊരു അദൃശ്യ ശക്തികളെക്കാളും ചൈന പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ തുർക്കിയൊക്കെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ അദൃശ്യ ശക്തി എന്നൊന്നും പറയണ്ട,
ചൈന തന്നെ എന്ന് പച്ചയ്ക്ക് പറയുന്നത് സത്യം അല്ലേ? അതെ, ചൈന തന്നെ എന്ന് പച്ചയ്ക്ക് പറയുന്നത് തന്നെയാണ് ശരി. അപ്പോൾ ഈ പറയുന്ന കാശ്മീർ അതിർത്തിയിലുള്ള ഭീകരർക്ക് ഈ പറയുന്ന രീതിയിലുള്ള പിന്തുണ കൊടുക്കുന്നതും മിസൈലുകളും മറ്റ് സാധന സാമഗ്രികളും യുദ്ധോപകരണങ്ങൾ കൊടുക്കുന്നതും എല്ലാം ചൈന തന്നെയാണ്. അത് ചൈന പാത്തു നിന്ന് ചെയ്താലും ലോകരാഷ്ട്രങ്ങൾക്ക് മൊത്തമായിട്ടറിയാം ഇത് നടത്തുന്നത് ഈ ചൈന തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് മറ്റു ഒരു അദൃശ്യ ശക്തി എന്ന് നമുക്ക് ഇവിടെ പറയേണ്ടത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വയം കുഴിച്ച കുഴിയിൽ ചൈന അമേരിക്കയ്ക്ക് സംഭവിച്ച അവർക്ക് അമേരിക്ക ഒരു ഗുണപാഠം പഠിച്ചല്ലോ. അതുപോലെ സ്വയം കുഴിച്ച കുഴിയിൽ ചൈന വീണ് കഴിയുമ്പോൾ ചൈന പഠിച്ചോളും അല്ലെ? ചൈന പഠിച്ചോളും എന്ന് നമുക്ക് കരുതാം. ചിലർ എത്ര അടി കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയുള്ളവർക്ക് എന്താ പറയാ, കോലുകൊണ്ട് അടികൊണ്ട് ചാകും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തന്നെ ചൈനക്കെതിരെ എല്ലാവരും തിരിയുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ ഇന്ത്യയിൽ അതെ അതെ ഇന്ത്യക്കെതിരെ ഇന്ത്യ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വരുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം തന്നെയായിരിക്കാം. നമുക്ക് ഇതുവരെ നമ്മൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപക്ഷെ തുടക്കം ഇവിടെ നിന്നാവാം. നമ്മൾക്ക് താല്പര്യമില്ല, ഭാരതത്തിന് ഒരിക്കലും അതിൽ താല്പര്യമില്ല. പക്ഷെ അടിച്ചാൽ അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചൈന വിചാരിച്ചാലൊന്നും നിർത്താൻ കഴിയില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല.